ഹായ്, വെൽക്കം ഓൾ. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സൈക്കോളജി ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും. അപ്പം ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BSc സൈക്കോളജി തേർഡ് സെമ്മിൻ്റെ സൈക്കോളജി പേപ്പറാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ റെഫറൻസ് ടെസ്റ്റ് വരുന്നത് AK സിംഗിൻ്റെ ടെസ്റ്റ് മെഷർമെൻറ്റ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ സയൻസ് എന്നുള്ളതാണ്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന PPT ഞാൻ ഈ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ PPTയിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ PPTയിൽ ഇല്ലാത്ത ഇൻഫർമേഷൻസും അതുപോലെ തന്നെ എക്സാമ്പിൾസ് കാര്യങ്ങൾ ഞാൻ അല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു പെന്നും പേപ്പറും അല്ലെങ്കിൽ പെന്നും ബുക്കും റാനെ കളഞ്ഞു പോയല്ലോ, അപ്പോൾ ഒരു പെന്നും ബുക്കും പിടിച്ചിരുന്നാൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇതൊക്കെ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ മെഷർമെൻ്റ് ആണ്. നിങ്ങൾക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളതെന്ന് അറിയാലോ. അപ്പം ഇതിൽ നിങ്ങളുടെ സിലബസ് ഇതാണ്. സിലബസിലുള്ളത് തന്നെ എക്സാമിന് വന്നോളണമെന്നില്ല. ഇപ്പം ഇതിന് മുന്നേയുള്ള എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ ഔട്ട് ഓഫ് സിലബസ് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡെഫിനിഷൻ ഓഫ് മെഷർമെൻ്റ് ആണ്. മെഷർമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? അളവെടുക്കുക, അളക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് മെഷർമെൻ്റ് എന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നമ്പർ അസൈൻ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വലിന് ഒരു സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ കാണിക്കുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലെ എക്സാമിൻ്റെ സ്കോർ അനുസരിച്ച് നമ്മൾ കുട്ടികളെ ഒന്ന് സ്കോർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്ക് നമ്മൾ 1 എന്ന് കൊടുത്തു, അതിൽ കുറവ് മാർക്ക് കിട്ടിയ കുട്ടിക്ക് 2 എന്നും അതിൽ കുറവ് കിട്ടിയ കുട്ടിക്ക് 3 എന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ 1, 2, 3 എന്ന് വരുന്നത് എന്താണ്? ആ കുട്ടീൻ്റെ അക്കാഡമിക് എക്സലൻസ് ആണ്, അല്ലേ? ആ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കാണ്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ ആ ഒരു ആട്രിബ്യൂട്ടാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ ആട്രിബ്യൂട്ടിനെയാണ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണത്? സൈക്കോളജിക്കൽ മെഷർമെൻ്റ് ആണ്. സൈക്കോളജിക്കൽ മെഷർമെൻറ്റിന് സൈക്കോമെട്രിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്. ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏത് ഡാറ്റയാണോ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടൂളായിരിക്കും, സ്കെയിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരാളുടെ ഹൈറ്റ് അളക്കണം, അതുപോലെ തന്നെ ഒരു മാങ്ങ പഴുത്തോ നോക്കണം. ഇപ്പം ഹൈറ്റ് അളക്കാൻ വേണ്ടി നമ്മൾ സെൻറ്റിമീറ്ററോ മീറ്റർ സ്കെയിലോ യൂസ് ചെയ്യും. മാങ്ങ പഴുത്തോന്ന് എങ്ങനെയാണ് നോക്കുക? അതിൻ്റെ നിറവും അല്ലെങ്കിൽ നമ്മളൊന്ന് ഞെക്കി നോക്കും, അല്ലേ? ഇവിടെ 2 സ്ഥലത്തും നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സ്കെയിലും ക്രൈറ്റീരിയ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഏത് ഡാറ്റയാണോ എടുക്കുന്നത്, ഏത് ഡാറ്റയാണോ മെഷർ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്കെയിലും ക്രൈറ്റീരിയ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇതിനെയാണ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് സ്കെയിൽസ് എന്ന് പറയുന്നത്. സൈക്കോ ഫിസിസ്റ്റ് ആയിട്ടുള്ള SS സ്റ്റീവൻ 4 ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മെഷർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 ഡിഫറെൻറ്റ് മെഷർമെൻറ്റിനെ, അതായത് ലെവൽസ് ഓഫ് മെഷർമെൻറ്റിനെ നമുക്ക് ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. അതെന്തിൻ്റെ ബേസിലാണെന്നറിയോ? 3 സൈക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ ഹൈറാർക്കിക്കലി അറേഞ്ച് ചെയ്യാം. ഏതാണ് 3 പ്രോപ്പർട്ടീസ്? മാഗ്നിറ്റ്യൂഡ്, ഇൻ്റർവെൽ, ആബ്സല്യൂട്ട് സീറോ. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നറിയോ? നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവെൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താ നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ സൈക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു 3 എണ്ണമാണ് ഉള്ളത്: മാഗ്നിറ്റ്യൂഡ്, ഇൻ്റർവെല്, ആബ്സല്യൂട്ട് സീറോ. ഫസ്റ്റ് വൺ ഏതാ വരിക? മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡിന് പ്രോപ്പർട്ടി ഓഫ് മോർനെസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രോപ്പർട്ടി ഓഫ് മോർനെസ്സിൻ്റെ ബേസിലാണ്. ഈ മാഗ്നിറ്റ്യൂഡ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് മറ്റൊന്നിനേക്കാളും കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്ന് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 ഹൈറ്റ് വെച്ചാൽ ഇപ്പം രാജുവും മോഹനും, രാജു ഈസ് ഹെവിയർ ദാൻ മോഹൻ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് രാജു മോഹനേക്കാളും ഹെവിയർ ആണ്, അല്ലെങ്കിൽ മോഹൻ രാജുവിനേക്കാളും ബിഗർ ആണ്. ഇതൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ആ ഒരു സ്കെയിലിന് മാഗ്നിറ്റ്യൂഡ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്.
ഇനി അടുത്ത പ്രോപ്പർട്ടി വരുന്നത് ഈക്വൽ ഇൻ്റർവെൽ ആണ്. ഈക്വൽ ഇൻ്റർവെൽ എന്താ? ഒരു സ്കെയിലിൽ നമ്മൾ എവിടെയെങ്കിലുമുള്ള ഒരു 2 പോയിന്റ് എടുത്തു, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മറ്റെവിടെയെങ്കിലുള്ള 2 പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഡിസ്റ്റൻസും സെയിം ആണ്, ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ഇൻ്റർവെൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കെയിലിൽ 50, 60 2 പോയിന്റ്സ് നമ്മൾ എടുത്തു. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ എത്രയാണ് വരിക? 10 യൂണിറ്റ്സ് ആയിരിക്കും വരിക. അതേപോലെ തന്നെ നമ്മൾ വേറെ എടുത്തു 110, 120. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10 യൂണിറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ 50, 60 എന്ന് പറയുന്ന മീനിങ് ആയിരിക്കില്ല 110, 120 എന്ന് വരുമ്പോൾ. പക്ഷേങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എത്ര തന്നെയാണ്? 10 യൂണിറ്റ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈക്വൽ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ആബ്സലൂട്ട് സീറോ. ആബ്സലൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആ പ്രോപ്പർട്ടി അവിടെ ഇല്ല, അതിൻ്റെ എക്സിസ്റ്റൻസേ ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡോക്ടർ ഒരു രോഗീനെ പരിശോധിച്ചു, ആളുടെ ഹാർട്ട് ബീറ്റ് നോക്കി. ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല. അപ്പോൾ ഡോക്ടർ എന്ത് കൺക്ലൂഷനിലെത്തും? ഇയാൾക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, ഇയാൾ മരിച്ചു. 0 ഹാർട്ട് ബീറ്റ് ആണുള്ളത് അല്ലേ? ഇതിനെയാണ് ആബ്സലൂട്ട് സീറോ എന്ന് പറയുന്നത്. നമ്മുടെ സൈക്കോളജിക്കൽ മെഷർമെൻറ്റിലൊന്നും ആബ്സലൂട്ട് സീറോ ഇല്ല, ആർബിട്രറി സീറോയേ ഉള്ളൂ. കാരണം ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഇല്ല എന്ന് നമ്മൾ പറയാറില്ല. ഇപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും 0 ഇൻ്റലിജൻസ് വരില്ല. ക്ലിയർ ആണോ? ഇനി നമുക്ക് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റാണ് നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. നോമിനൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സണെയോ ഒബ്ജക്റ്റിനെയോ ഗ്രൂപ്പിനെയോ നെയിം ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇവിടെ പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് 2 ഗ്രൂപ്പാക്കി. ഈ 2 ഗ്രൂപ്പിലുള്ളവർ ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. പക്ഷെ 1 പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഇക്വലൻ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക്കൽ ആണ്. ഈ 3 വേർഡ്സും +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഫെമിലിയർ ആയിരിക്കും. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ അതത് ഗ്രൂപ്പിലുള്ളവർ അതത് ഗ്രൂപ്പിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാലോ മെയിൽ ഫീമെയിൽ 2 ഗ്രൂപ്പ്, മെയിൽസ് ഒന്നും ഫീമെയിൽസ് അല്ല, ഫീമെയിൽസ് ഒന്നും മെയിൽസ് അല്ല. ഇനി സിമെട്രിക്കലോ മെയിൽസ് ഒന്നും ഫീമെയിൽസ് അല്ല, നിങ്ങൾ അതർ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് കൂടി എടുക്കാം, മെയിൽ ഫീമെയിൽ അതർ. അപ്പം മെയിൽസ് ഒന്നും ഫീമെയിൽസ് അല്ല, ഫീമെയിൽസ് ഒന്നും അതർ അല്ല, മെയിൽസ് ഒന്നും അതർ അല്ല. ഇതാണ് റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, സിമെട്രിക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നോമിനൽ സ്കെയിലിൽ നമുക്ക് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പോസിബിൾ അല്ല. കാരണം ഇവിടെ കൊടുക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻ ഏതൊക്കെയാണ്? കൗണ്ടിങ് ഓർ ഫ്രീക്വൻസി, പെർസെൻറ്റേജ് പ്രൊപ്പോർഷൻ, മോഡ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കോണ്ടിജൻസി. നോമിനൽ സ്കെയിലിൻ്റെ പ്രധാന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് മോസ്റ്റ് എലിമെൻ്ററി ആൻഡ് സിമ്പിളാണ്. നോമിനൽ സ്കെയിൽ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു റണ്ണിങ് റേസിൽ നമ്മൾ ചെസ് നമ്പർ കൊടുക്കില്ലേ പാർട്ടിസിപ്പൻറ്റിന്, അത് നോമിനൽ സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിളാണ്. അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന നമ്പേഴ്സാണത്. നെക്സ്റ്റ്, ഓർഡിനൽ ലെവൽ ഓഫ് മെഷർമെൻറ്റ്. ഇത് സെക്കൻഡ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ഇവിടെ പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, എന്നാൽ ഈക്വൽ ഇൻ്റർവെല്ലോ ആബ്സല്യൂട്ട് സീറോയോ ഇല്ല. നോമിനൽ സ്കെയിലിൽ ഇത് 3ഉം ഇല്ല. നോമിനൽ സ്കെയിലിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു റണ്ണിങ് റേസിൽ ചെസ് നമ്പർ കൊടുക്കുന്നത്. ഓർഡിനൽ ലെവലിലേക്ക് വരുമ്പം ഒരു റാങ്ക് ഓർഡറിലായിരിക്കും നമ്മൾ നമ്പർ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ പാർട്ടിസിപ്പൻറ്റിന് ചെസ് നമ്പർ കൊടുക്കുമ്പോൾ അവരെ ഹൈറ്റിൻ്റെ ഓർഡറിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർഡറിലായിരിക്കും നമ്മൾ അവർക്ക് നെയിമിങ് ചെയ്യുന്നുണ്ടാവുക. ഓർഡിനൽ ലെവലിൽ പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഒരു സ്കെയിൽ നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതാണ് ബ്രൈറ്റർ, ഏതാണ് ഡള്ളർ, ഏതാണ് ഹെവിയർ, ഏതാണ് ലൈറ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസ് അനുസരിച്ച് നമ്മൾ എവരെ ക്ലാസിഫൈ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പണക്കാരൻ ആരാണ്, ഏറ്റവും ഹൈ സ്റ്റാറ്റസ് ഉള്ളത് ആരാണ്, ഏറ്റവും ലോ സ്റ്റാറ്റസ് ഉള്ളത് ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ, പെർസെൻറ്റേജ്, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കൂടാതെ നോമിനൽ സ്കെയിൽ ചെയ്യുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസും ഓർഡിനൽ ലെവലിലും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രധാന ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ
ഈ റാങ്ക്സ് ഈക്വൽ ഡിസ്റ്റൻസ് ആണോ അല്ല ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല, കാരണം ഇതിനകത്ത് ഈക്വൽ ഇൻ്റർവെൽ ഇല്ല. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഇൻ്റർവെൽ സ്കെയിൽ. ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ തേർഡ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ഇതിൽ നോമിനൽ സ്കെയിലിനും ഓർഡിനൽ സ്കെയിലിനും ഉള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇൻ്റർവെൽ സ്കെയിലിനും ഉണ്ട്. ഈ സ്കെയിൽസ് എന്തായിരിക്കും? ഈക്വലി ഡിസ്റ്റൻസ്ഡ് ആയിരിക്കും. ഈ സ്കെയിൽസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അപ്പം എന്താണ്? ഇതിന് പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, പ്രോപ്പർട്ടി ഓഫ് ഈക്വൽ ഇൻ്റർവെല്ലും ഉണ്ട്. ഇതിനെ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഇവിടെ പക്ഷേ ആർബിട്രറി 0 പോയിൻ്റ് ആണ് ഇതിലുള്ളത്. കാരണം എന്താണ്? ഇവിടെയുള്ള 0 പോയിൻ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടീൻ്റെ റിയൽ ആബ്സെൻസിനെ പറയുന്നില്ല. ഇൻ്റർവെൽ സ്കെയിലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിയേഴ്സൺ ആർ, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. പക്ഷേ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെൻ്റ് ആണ്. ഇത് നോമിനൽ സ്കെയിലിൻ്റെയും ഓർഡിനൽ സ്കെയിലിൻ്റെയും ഇൻ്റർവെൽ സ്കെയിലിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. റേഷ്യോ നമുക്ക് പറഞ്ഞാൽ അറിയാം, അതിനൊരു യൂണിറ്റ് ഉണ്ടാവില്ല, ഇൻഡിപെൻഡൻ്റ് ഓഫ് യൂണിറ്റ് ആണ്. അതുതന്നെയാണ് റേഷ്യോ സ്കെയിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ. റേഷ്യോ സ്കെയിലിൽ നമുക്ക് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇവിടെ പ്രോപ്പർട്ടി ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഈക്വൽ ഇൻ്റർവെല്ലും ഉണ്ട്, ആബ്സല്യൂട്ട് സീറോയും ഉണ്ട്. റേഷ്യോ സ്കെയിലിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? വെയ്റ്റ്, വിഡ്ത്ത്, ലെങ്ത്ത്, ലൗഡ്നെസ്, ഇതൊക്കെ റേഷ്യോ സ്കെയിലിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി തന്നിട്ടുള്ള ഒരു ടേബിളാണ് അവിടെ ഉള്ളത്. നോമിനൽ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ഇൻ്റർവെല്ലും ആബ്സല്യൂട്ട് സീറോയും ഇല്ല. ഓർഡിനൽ സ്കെയിലിൽ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമുണ്ട്. ഇൻ്റർവെൽ സ്കെയിലിൽ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ഇൻ്റർവെല്ലും ഉണ്ട്. റേഷ്യോ സ്കെയിലിലേക്ക് വരുമ്പോഴോ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ഇൻ്റർവെല്ലും ആബ്സല്യൂട്ട് സീറോയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.